എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഈ ബാക്കിലാണ്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഷീ സിറ്റിംഗ് ഓൺ ദ ഫസ്റ്റ് ടൈം ഇൻ എ സൂപ്പർ ബൈക്ക്. പ്ലാന് കൂറുകയാണ്. അപ്പം ഇന്ന് സ്റ്റേ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഡിസൈഡ് ആക്കി. ആൾക്കാരുടെ റിയാക്ഷൻ രക്ഷയില്ല കേട്ടോ. ചായ ഉണ്ടോ ചേട്ടാ? ചായ ഉണ്ടോ? അമ്മേ ഇത് ചവിട്ടിയിട്ട് പൊങ്ങി ഇറങ്ങും കേട്ടോ. ആ ഞാൻ പിടിച്ചു. ആ ഇൻഡിക്കേറ്റർ ഒന്നും കളയില്ല കേട്ടോ. അപ്പം ഇറങ്ങാനും കയറാനും പഠിച്ച്. എന്തോ ഒന്നും അത് ഞാൻ പറയാം. So guys, welcome back to yet another vlog guys. നമ്മൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഈ ബാക്കിലുണ്ടോ? ബാക്കിൽ ഒരാളും കൂടെ ഇരിപ്പുണ്ട്. ഓ ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കിൽ നമ്മുടെ മമ്മി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് മമ്മീനെയും കൂട്ടിയാണ് ഒരു സൺഡേ ആയതുകൊണ്ട് ഒരു ചെറിയ റൈഡ് പോകാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ ലാസ്റ്റ് ചിക്ക്മാംഗ്ലൂർ പോയ പിന്നെ നമ്മൾ പോയിട്ടില്ല. ആൻഡ് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഷീ സിറ്റിംഗ് ഓൺ ദ ഫസ്റ്റ് ടൈം ഇൻ എ സൂപ്പർ ബൈക്ക്. ആൻഡ് അതും എൻ്റെ വണ്ടിയിൽ. ഐ വാസ് സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി. സോ നമ്മൾ പ്ലാന് കൂറുകയാണ്. അപ്പം ഇന്ന് സ്റ്റേ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്നും ഡിസൈഡ് ആക്കിയിട്ടില്ല. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. പക്ഷേ ജസ്റ്റ് ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ് അഡീഷണൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി, 10:15. ഇപ്പം നമ്മൾ മാലവം കഴിഞ്ഞ് കയറുന്നേ ഉള്ളൂ. സുള്ളിയ കൂടി മടിക്കേരി അങ്ങനെയാണ് പ്ലാന്. സോ ഗൈസ്, അങ്ങനെ മമ്മീനെയും വെച്ചുകൊണ്ട് ആദ്യത്തെ റൈഡാണ് കേട്ടോ. സോ പീസ്ഫുൾ ആൻഡ് കാം. ദാറ്റ്സ് ഇറ്റ്. ആൾക്കാരുടെ റിയാക്ഷൻ രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര നോട്ടം. സാധാരണ നമ്മൾ ഇച്ചിരി സ്പീഡിലാണല്ലോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മമ്മി ഉള്ളതുകൊണ്ട് ഇച്ചിരി സ്ലോയിലും കൂടെ പോകുന്നത്. അപ്പോൾ ആൾക്കാർക്കൊരു ഭയങ്കര ഒരു ഐ ക്യാച്ചിങ് ആണ്. പിന്നെ ബാക്കിലൊരു ലേഡിയും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിലായോ? എനിവേ ഈ റോഡ് കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഫോറസ്റ്റ് മാലോത്തുനിന്ന് താഴേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ ഈ റോഡൊക്കെ ഇഷ്ടം പോലെ വട്ടം പോയിട്ടുണ്ട്. അന്നേരമൊക്കെ കട്ട ഓഫ് റോഡായിരുന്നു. അപ്പോൾ അവർ ലേശം കുറേ ഭാഗം മോശമുള്ള സ്ഥലമൊക്കെ അവർ ഓഫ് റോഡ് ഉള്ള ഭാഗമൊക്കെ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. സോ അതൊരു വലിയ കാര്യം. ഇത് എന്തുകൊണ്ട്, ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ടാറിങ് ചെയ്യാത്തത്. പക്ഷേ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പ്രാവശ്യത്തെ ചിക്ക്മാംഗ്ലൂർ ട്രിപ്പ് നമ്മൾ മഴക്കാലത്തായിരുന്നു പോയത്. അന്നേരം തന്നെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥയും ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ കുറേ ഭാഗമൊക്കെ കോൺക്രീറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നു സുള്ളിയ, അവിടുന്ന് മടിക്കേരിയിലൊരു ഷോപ്പുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു മടിക്കേരിലൊരു പോർക്ക് കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പം അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. സോ അവിടെ പോയി അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ അവിടുന്ന് നേരെ കുശാൽ നഗർ, അങ്ങനെയാണ് പ്ലാന്. നമ്മുടെ ടിബറ്റൻ ടെമ്പിളൊക്കെ കയറി അതൊക്കെ ഒന്ന് കണ്ട്. മമ്മി ആ സൈഡിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഞാൻ ടിബറ്റൻ ടെമ്പിൾ ഒരു 4 അല്ലെങ്കിൽ 5 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ടിബറ്റൻ ടെമ്പിൾ പോയിട്ട് ഏകദേശം ഒരു 5-6-7 വർഷമായി കേട്ടോ. 2014-15 ആ സമയത്താണ്ട് പോയതാണ്. നമ്മൾ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ കൂടി അന്ന് RX ഉള്ള സമയത്ത് പോകുമായിരുന്നു. നമുക്കിവിടെ പിന്നെ അത്ര അടുത്തുമാണ്. ഇവിടുന്ന് മടിക്കേരി ലൈക്ക് 120 കിലോമീറ്ററേ നമുക്കുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ കുശാൽ നഗർ അവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്ററാണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ വലിയ പ്ലാനും പദ്ധതിയൊന്നുമില്ല. ഞായറാഴ്ചയായി രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ്
ഒരു 8:30 ആയത്തേനും വന്ന ഒരു മൂഡാണ്. ആ മൂഡിലങ്ങ് കയറിയതാണ്. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു തട്ടുണ്ട്. നമുക്ക് ആ തട്ടിൽ നിന്ന് ഒരു ചായ, സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ചായ കുടിക്കാം. എനിക്കൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ കേട്ടോ. എന്താമേ? ആ, ഇത് ഫോറസ്റ്റാമേ. ഇവിടുന്ന് ചായ കുടിക്കാമല്ലേ അമ്മേ? സോ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ ഒരുപാട് വട്ടം ഇവിടെ വന്നതാണ്. ചേട്ടാ ചായ ഉണ്ടോ? ചേട്ടാ ചായ ഉണ്ടോ? അമ്മേ, ഇതേ ചവിട്ടിയിട്ട് പൊങ്ങി ഇറങ്ങാം കേട്ടോ. ആ, ഞാൻ പിടിച്ചു. ആ ഇൻഡിക്കേറ്റർ ഒന്നും കളയില്ല കേട്ടോ. മെല്ലെ. സെറ്റ്. കുഴപ്പമില്ലല്ലോ, ഇൻഡിക്കേറ്റർ ഒന്നും കളഞ്ഞില്ലല്ലോ. അപ്പോൾ ഇറങ്ങാനും കയറാനും പഠിച്ച്. ആ, 2 ചായ. സോ നമ്മുടെ സ്ഥിരം തട്ടകമായ ചായപ്പിടികൾ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? ആ, ചുള്ളിത്തട്ട്. ഓക്കെ. സോ ഹിയർ ഈസ് അവർ ബൈക്ക്. നമ്മുടെ മമ്മി. ഇതിലിങ്ങനെ നേരെ പോയ രാജപുരം, കാഞ്ഞങ്ങാട്, കള്ളാറ്. നമ്മൾ ആ വഴിയാണ് പോകുന്നത് കേട്ടോ. കുറച്ചുകൂടി സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഗോവ പോയി ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചതാണ്. ഗോവ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ആഴ്ചയാണ് ഇപ്പം, ഞായറാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചായ കുടിക്കാം. അല്ല, ഞങ്ങൾ അങ്ങോട്ട് സുള്ളിയ ഭാഗത്തേക്കാ. നമുക്കൊരു ഉള്ളിവടയും ചായയും. ആന ഇവിടെ ഉണ്ട്. ഇവിടെ ചായ കുടി ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ മമ്മി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? ഫോറസ്റ്റ് ഇതേ ഉള്ളൂ, ഇനി ഫോറസ്റ്റ് ഇല്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല നമുക്ക്, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഉള്ളിവട കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാം അല്ലേ? ഉച്ചയ്ക്ക് കഴിക്കാം. സോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇറങ്ങി നമ്മളിതാ നേരെ പോവാണ്. ഒരു ഉള്ളിവടയും ചായയും കുടിച്ചു. സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല തൽക്കാലം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സമയം എന്തായാലും 10:30 ആയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ മടിക്കേരി എത്തിയിട്ട് അവിടുന്ന് നല്ല പോർക്കിൻ്റെ അത് കഴിക്കാം. ഓ, ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. നോക്കിയാൽ എന്ത് രസമാണെന്ന് നോക്കിയേ. എൻ്റെ വീടിനടുത്തുള്ളതിൽ ഏറ്റവും സീനിക് ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഈ മാലോ പാണത്തൂർ റൂട്ട് നല്ല അടിപൊളി റൂട്ട്. കാരണം അവിടെയൊക്കെ അത് റിസോർട്ടാണ്. 1-2 റിസോർട്ടുണ്ട് അവിടെ. ഈ റോഡാണ് നമ്മുടെ ഇങ്ങോട്ട് പോകുന്നത്. ഒരു മെയിൻ സ്ഥലമുണ്ടല്ലോ, റാണിപുരം പോകുന്ന റോഡ് ഇതാണ്. സോ തലക്കാവേരി പോകുന്ന റോഡ് ഇതാണ്. നല്ല സീനിക് റൂട്ടാണ്. മലയോര ഹൈവേ ആണ് ഇത്. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ തന്നെ. നമ്മൾ വീക്കെൻഡ് റൈഡ് മിക്ക ദിവസം വരുന്ന സ്ഥലമായത്. നമ്മൾ പോയി മടുത്തു. പിന്നെ അതുകൊണ്ടാണ് ഇന്ന് ഒരു കൂർഗ് കുശാൽ നഗർ ഭാഗത്തേക്ക് വിടാമെന്ന് വെച്ചത്. നമ്മളിപ്പോഴും കൂർഗ് കവർ ചെയ്ത് കൂർഗേറ്റ് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ നിന്ന് കറങ്ങി മടിക്കേരി ത്രൂ ഈ റൂട്ട് വരും. അപ്പോൾ വേറെ ഇവിടെ അങ്ങനെ പോകുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ കുശാൽ നഗറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അങ്ങനെ പോകാമെന്ന് വെച്ചത്.
പിന്നെ ഞങ്ങളുടെ ഒരു അടുത്ത ലോങ് റൈഡ് വരുന്നുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ മാറി ഉള്ള ഒരു പ്ലേസ്. അതായത് ഇന്ത്യയിൽ ഒറ്റ പ്ലേസേ ഉള്ളൂ, ദ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ, ഗന്ദിക്കോട്ട. അപ്പോൾ ഗന്ദിക്കോട്ടയിലേക്ക് ഞങ്ങൾ ജാനുവരി പോകാൻ വേണ്ടിയാണ്. ജാനുവരിയിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഗന്ദിക്കോട്ട ഉദ്ദേശിക്കുന്നത് C800 കൊണ്ട് പോകാനല്ല. ഞാൻ തൽക്കാലം ചിലപ്പോൾ ഒന്നെങ്കിൽ ഫ്രണ്ടിൻ്റെ CBR 650 അല്ലെങ്കിൽ എക്സ്പൾസ് എടുത്തിട്ട് പോയാലോ എന്നുണ്ട്. ബാംഗ്ലൂർ 2 ഫ്രണ്ട്സിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ അവർ ഫ്രീ ആവുന്ന അനുസരിച്ച് അതുകൂടെ നോക്കിയിട്ട് വേണം പ്ലാൻ ആക്കാനായിട്ട്. മമ്മി ടെല്ലിങ്, മമ്മി പറയുക സ്ലോ ആക്കണമെന്ന്. പക്ഷെ നമ്മൾ വളരെ മെല്ലെ മെല്ലെ നോക്കിയേ പോകുന്നുള്ളൂ കേട്ടോ. നോ സ്പീഡ്, നത്തിങ്. പിന്നെ ഇച്ചിരി സ്ട്രെയിറ്റ് റോഡ് കിട്ടിയാൽ മാത്രം ഒരു ഇച്ചിരി കൈ കൊടുത്ത് മമ്മിക്ക് അതിൻ്റെ ഒരു അഡ്രിനാലിൻ്റെ റഷ് അറിയണ്ടേ. നോട്ട് എ പ്യുവർ അഡ്രിനാലിൻ റഷ്, ഒരു ഏറ്റവും കുറഞ്ഞത്. എനിവേ ഞാൻ പുള്ളിക്കാരി സമ്മതിച്ചു കേട്ടോ. ഈ പ്രായത്തിലും പുള്ളിക്കാരി ഷീ സോ ആക്റ്റീവ് ആൻഡ് സെയിം ലൈക്ക് മീ. ബൈക്ക് ഇഷ്ടമാണ്, ബൈക്ക് റൈഡ് ഇഷ്ടമാണ്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്നെ സംബന്ധിച്ച്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ബാക്ക് പില്ലിനെ വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പില്ലിനെ വെച്ച് റൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. സോ ഗേസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ബന്ദി എടുക്കുകയും കഴിഞ്ഞ് നമ്മൾ സുള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതിന് തൊട്ട് മുമ്പുള്ള ഫോറസ്റ്റാണിത്. ഇത് ഒരു അടിപൊളി ഫോറസ്റ്റ് കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി, നല്ല മക്കാഡൻ റോഡും നല്ല സീനറിയാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി പിടിക്കാൻ പ്രത്യേക സുഖമാണ്. ഞാനും മമ്മിയും ചിക്ക്മാംഗ്ലൂർ പോയപ്പം ഇതേ സെയിം റൂട്ടിൽ കൂടെ പോയത്. പക്ഷെ പുള്ളിക്കാരിക്ക് അതെല്ലാം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാമേ അമ്മേ, മമ്മി ഇവിടെ നമ്മളന്ന് നിർത്തി വീഡിയോ ഒക്കെ എടുത്തില്ലേ? ആ ഫോറസ്റ്റാ നമ്മൾ ഇതിലേ പോയേ. നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ അല്ലേ അന്ന് പോയത്. ജസ്റ്റ് അവിടെ വെച്ചാ ഞാൻ ആ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തില്ലേ? അത് ഈ ഫോറസ്റ്റാണ്. ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു സുള്ളിക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 15 ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും. ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുള്ളി എത്തി. സുള്ളിയെന്ന് പിന്നെ മടിക്കേരി. പിന്നെ നല്ല റോഡാണ്, നല്ല വീതിയുള്ള നല്ല റോഡാണ്. എന്ത് രസമാണ് ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് ആനയും പുലിയൊന്നും ഇല്ലാമേ. പുള്ളിക്കാരിക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴേ പേടിയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് പോന്ന ആ റോഡ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തലക്കാവേരി അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ്. നേരെ പോയി കഴിഞ്ഞാൽ സുള്ളിയ. ആ ചെക്ക് പോസ്റ്റ് ഓർക്കുന്നുണ്ടോ? പോലീസ്. സോ നമ്മളിതാ സുള്ളി അടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുള്ളി എത്തി. സോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇപ്പോൾ സുള്ളി എത്തി. ഇനി നമ്മൾ സുള്ളിയിൽ നിന്ന് നേരെ മടിക്കേരിയിലേക്ക് നമ്മൾ തിരിയാണ്. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് മടിക്കേരി. നമ്മൾ സ്ഥിരം വന്ന് ഫുഡ് കഴിക്കുന്ന സ്പോട്ടായിരുന്നു. ലുക്ക് അറ്റ് ദ പീപ്പിൾസ് റിയാക്ഷൻ. രക്ഷിത റിയാക്ഷൻ കേട്ടോ. നമുക്ക് നേരെ മടിക്കേരിക്ക് പിടിക്കാം. ബുള്ളറ്റ്
അത് സൂപ്പർ ബൈക്ക് അല്ല, അത് ബുള്ളറ്റാ. അത് സൂപ്പർ ബൈക്ക് അല്ല, അത് ബുള്ളറ്റ്. കുറച്ച് റോയൽ എൻഫീൽഡ് റൈഡേഴ്സ് ഇപ്പോൾ അവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ട് ഒരു റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക്. നോക്കട്ടെ, അവരിപ്പോൾ പാസ് ചെയ്യും. നല്ല രസം കേട്ടോ. കുറച്ച് പേരുണ്ട്, എനിക്കൊന്നൊരു 8-9 ബൈക്കുണ്ട്. ഫുള്ള് ഗിയേഴ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാം. മമ്മിക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. അവരെ കണ്ടപാടെ തന്നെ മമ്മി എന്നോട് പറഞ്ഞു അത് സൂപ്പർ ബൈക്കേഴ്സ് ആണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, സൂപ്പർ ബൈക്കല്ല, ബുള്ളറ്റാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരി റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ സാധാരണ ക്ലാസിക്കും സ്റ്റാൻഡേർഡും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വണ്ടി അങ്ങനെ കാണാത്തതുകൊണ്ട് വലിയ പിടിയുണ്ടാവില്ല. അവർ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു. എന്തോ ഒന്നും മതി, ഞാൻ പറയാം. സോ ഗേസ്, അപ്പം നമ്മൾ അടുത്തൊരു പിറ്റ് സ്റ്റോപ്പും കൂടെ എടുത്തു കേട്ടോ. നമ്മൾ മടിക്കേരി എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ ഇനി? 25. അപ്പോൾ ഒരു ചെറിയൊരു ഇളനീര് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പം ഉച്ച സമയമായി, നല്ല ഹൈഡ്രേറ്റഡായി. ഇളനീര് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഹൈഡ്രേറ്റ് ആവും. ആ വണ്ടി നോക്കി പോകുന്നതുണ്ടോ ആൾക്കാർ. അപ്പോൾ നമുക്ക് 800 മണിക്ക് അടിപൊളിയല്ലേ, പൊളി. ಸೌಂಡಾ ಸೌಂಡ್ ಅದು ಸ್ಪೀಡ್ ಇಲ್ಲಲ್ಲ, ಜಾಸ್ತಿ ಸೌಂಡ್ ಉಂಟು. ಸ್ಲೋ. ಮಲಯಾಳ ನೋ ಪ್ರಾಬ್ಲಮ್. ഇത് ഫ്രഷ് അറൗണ്ട് 10 lakh. 10 lakh. Look at the happiness, guys. To be a biker, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയേക്കുന്നത് കണ്ടിട്ട് അവർ വന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ. ഇവരുടെ വണ്ടിയെ നമ്മൾ പാസ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി പറയുക വണ്ടി സ്റ്റാർട്ടാക്കുന്ന സ്ഥലത്ത് തന്നെ സൗണ്ട് കേൾക്കാമെന്ന്. അപ്പോൾ നമ്മളൊരു കരിക്കൊക്കെ കുടിച്ച് മെല്ലെ മടിക്കരിക്ക് മെല്ലെ വിടുവാണ്. ഇതാ മമ്മി അവിടെ നിന്ന് കരിക്ക് പുള്ളി പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. മമ്മി കഴിക്കുന്നുണ്ട്. അത് ബുള്ളറ്റ് അല്ലേ? അല്ല കൊടുത്തോ, ആക്സിഡൻറ്റ് കൊടുത്തോ. എന്താ ആക്സിഡൻറ്റ് കൊടുക്കില്ലേ? ഇത് നോക്കിപ്പിടി. സ്വല്പം കൊടുത്താ, കുറച്ച് കൊടുത്താ. ഓക്കെ, ഓഫ് ആയിക്കാത്. അത് തന്നെ. ഓക്കെ, താങ്ക് യു. ഓ താങ്ക് യു. ഓക്കെ. ഞങ്ങൾ മടിക്കേരി, അവിടുന്ന് കുശാൽ നഗർ. അങ്ങനെ ഞങ്ങൾ ചെറുപുഴ എന്ന് പറയും, നമ്മുടെ സുള്ളിയ. മൈലേജ് ഒരു 14-15. റേറ്റ് അറൗണ്ട് 10 lakh വരും. ബാംഗ്ലൂർ. ഞാൻ സെക്കൻഡ് എടുത്താ.